ഹലോ, ടെക്നോ ടിപ്സോറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങളുടെ വണ്ടിയുടെ കുറേയേറെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഒടിഞ്ഞുപോയ ഈ സൈഡ് സ്റ്റാൻഡ് മാറ്റാനായി നിങ്ങൾക്ക് ഒരു സ്പാനറും ഒരു സ്ക്രൂ ഡ്രൈവറും മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ടൂളുകളും വാങ്ങാവുന്നതേ ഉള്ളൂ. 17 മില്ലിമീറ്റർ നട്ടും ബോൾട്ടുമായിരിക്കും മിക്കവാറും എല്ലാ വണ്ടികളുടെയും സൈഡ് സ്റ്റാൻഡിൽ വരിക. അഴിച്ചെടുക്കാനായി കൂടുതൽ ലിവറേജ് ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ സ്ലിപ്പാവാൻ സാധ്യത കുറവായതുകൊണ്ടും റിംഗ് സ്പാനർ ഉപയോഗിക്കുന്നതാണ് ഏറെ നല്ലത്. ഓപ്പോസിറ്റ് സൈഡിലായി ഒരു നട്ടുമുണ്ടാവും. ദാ ഇവിടെയായി. ഇതിൻ്റെ സൈസും 17 മില്ലിമീറ്റർ തന്നെയാണ്. 120 രൂപയാണ് ഈ വണ്ടിയുടെ ഒറിജിനൽ സൈഡ് സ്റ്റാൻഡിന് വില വരുന്നത്. സൈഡ് സ്റ്റാൻഡ് ബോൾട്ട് ഇട്ട് ആദ്യം തന്നെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന നട്ടും നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഊരിപ്പോവാൻ സാധ്യത ഏറെയായതുകൊണ്ട് നട്ട് അത്യാവശ്യം നല്ല ടോർക്കിൽ ടൈറ്റ് ചെയ്യേണ്ടതുണ്ട്. സൈഡ് സ്റ്റാൻഡിൻ്റെ സ്പ്രിങ്ങിൻ്റെ ഒരു ഭാഗം ദാ ഇവിടെയാണ് വരുന്നത്. ഓപ്പോസിറ്റ് ഭാഗം വരുന്നത് സൈഡ് സ്റ്റാൻഡിൻ്റെ ദാ ഈ ഭാഗത്തും. സ്പ്രിങ് ഇടുന്നതിന് മുൻപായി സൈഡ് സ്റ്റാൻഡ് തറനിരപ്പിന് സമാന്തരമായി ദാ ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ സ്പ്രിങ് വലിച്ചിടാൻ നമുക്ക് ഒരല്പം ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടുന്നതാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ദാ ഇതുപോലെ കോർത്തെടുത്ത് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്പ്രിങ് ഇടാൻ സാധിക്കുന്നതാണ്. ഒട്ടും സ്കിൽ വേണ്ടാത്ത ഇതുപോലുള്ള ജോലികളെല്ലാം തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്